എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ കോൺഫ്ലോറോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നല്ല ക്രീമി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം പോലെ തന്നെ നല്ല ക്രീമിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റുമാണ് കേട്ടോ. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഐസ്ക്രീം ചെയ്തിരിക്കുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ക്രീം ഒന്നും തന്നെ ഉപയോഗിക്കാതെ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലുള്ള ഈ ഒരു ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഈ ഒരു ഐസ്ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് ഇതുപോലൊരു 1/2 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ തീരെ ചെറിയതായിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലും വലുതാണെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ഒരു 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഈ ഒരു നുറുക്ക് ഗോതമ്പ് നമുക്കൊന്ന് കുതിർത്തി എടുക്കണം ഇനിയും. അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ചൂട് വെള്ളം തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ 2-3 കപ്പ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഏകദേശം ഇതുപോലെ ചെറിയ ടൈപ്പൊക്കെ ആണെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി നിങ്ങൾ എടുക്കുന്ന നുറുക്ക് ഗോതമ്പ് കുറച്ച് വലുതാണെങ്കിലും അതുപോലെ തന്നെ സാധാരണ നോർമൽ വാട്ടറാണ് ഒഴിച്ച് കൊടുക്കുന്നതെങ്കിലും കുറച്ച് സമയം അധികം കൂടുതൽ എടുക്കും കേട്ടോ ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയം കൊണ്ട് ഇതുപോലൊരു പാനിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇതുപോലെ വെതറി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ക്യാരമലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി നമ്മളിത് ഇളക്കി കൊടുക്കൊന്നും വേണ്ട. കുറച്ച് സമയം ഇതുപോലെ തന്നെ വെക്കുമ്പോഴത്തേക്കും ഇതുണ്ടല്ലോ പഞ്ചസാര ഇതുപോലെ ഒന്ന് ഉരുകി വരാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ പഞ്ചസാര ഒന്ന് ഉരുകി വരാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും ഇതുപോലെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നിരിക്കും. ഇതിപ്പോൾ കണ്ടില്ല, ഒരു പഞ്ചസാരയൊക്കെ പൂർണ്ണമായിട്ടും അലിഞ്ഞ് ഈ ഒരു കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് കളറങ്ങ് മാറിപ്പോരുത് കേട്ടോ. ഇതിൽ ഒരുപാട് ഡാർക്ക് കളറായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പഞ്ചസാരയൊക്കെ കരിഞ്ഞു പോകും. അപ്പം ഈ ഒരു കളറായി വരുമ്പോഴത്തേക്കും തന്നെ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരുക്കിയിട്ട് എടുക്കുക. ഉപ്പില്ലാത്ത ബട്ടർ തന്നെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബട്ടറും ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി പൂർണ്ണമായിട്ടൊരു ബട്ടർ ഉരുകി വരുന്ന ഈ ഒരു സമയത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 15ഓളം കാഷ്യൂനട്ട് ഇതിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരു കാഷ്യൂനട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റോ വല്ല നന്നായിട്ട് എണ്ണ തടവിയിട്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിരുന്ന് അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയി നന്നായിട്ടൊന്ന് ഉറച്ച് കിട്ടും. ആ ഒരു സമയത്തിന് നമുക്ക് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം. കുറച്ച് സമയം എടുക്കും കേട്ടോ അതൊന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് ഉറച്ച് വന്നാൽ പതിയെ ബട്ടർ പേപ്പറിൽ നിന്ന് അടർത്തിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വീണ്ടും ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കണം. മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കരുത് കേട്ടോ. ഇതുപോലെ നമ്മളൊരു ചപ്പാത്തി പരത്തുന്ന ഒരു കോല് വെച്ചിട്ടൊന്ന് അടിച്ചിട്ടെടുത്താൽ മതി. നല്ല ഫൈൻ പൗഡറായി പോകരുത്, ചെറിയ ചെറിയ തരികൾ കിടക്കണം. ആ ഒരു രീതിക്ക് വേണം നമ്മൾ അടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടല്ലേ ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് അടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഒരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രളീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മാറ്റി വെക്കാം. നല്ല ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒരു 3/4 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു നുറുക്ക് ഗോതമ്പ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുതിർന്നതിന് ശേഷം മാത്രമേ നമ്മളൊരു നുറുക്ക് ഗോതമ്പ് എടുക്കാവുള്ളൂ. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചിട്ടെടുക്കുക. ഇതുപോലെ അരച്ചെടുത്ത ഈ ഒരു നുറുക്ക് ഗോതമ്പ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വീണ്ടും 1 കപ്പ്, അതായത് 250 ml ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലൊരു അരിപ്പിലേക്ക് ഊറ്റി നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത് കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണേ. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കുക. ചെറിയതായിട്ട് ഇതിലൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ ചെറിയതായിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്താണ് ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ലിറ്റർ അളവിൽ പാലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 4 കപ്പ് അളവിൽ 250 ml കപ്പിൽ 4 കപ്പ് അളവിൽ പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്
വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫുൾ ഫാറ്റ് പാൽ തന്നെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും മാത്രമേ നമ്മുടെ ഐസ്ക്രീമിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ 1 ലിറ്റർ അളവിൽ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഞാനിതൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതങ്ങ് അടിയിൽ പിടിക്കുന്നതായിരിക്കും. ആ ഒരു പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഐസ്ക്രീമിന്. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 250 ml ഒരു കപ്പിൽ 3/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ ഒരു മധുരം നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്രീമി പരിവായിട്ട് നമുക്കൊന്ന് കുറുകി കിട്ടും. ആ ഒരു പരിവ് എത്തുന്ന വരെ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടെടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കുറുകി വരുന്ന ഈ ഒരു സമയത്ത് ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും മാറ്റി ഇട്ട് കൊടുത്തിട്ട് വേണ്ടതൊന്ന് കുറുക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കൈ വിടാതെ അടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അടിയിൽ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ കൈ വിടാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിപ്പോൾ കണ്ടില്ലേ, ഏകദേശം എനിക്കൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിൻ്റെ മധുരം നോക്കുക. ഇതിലേക്ക് കുറച്ചും കൂടി നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു പരിവായിട്ട് നമുക്കൊന്ന് കുറുകി കിട്ടണം. ആ ഒരു പാലും നുറുക്ക് ഗോതമ്പും ഈ ഒരു പാത്രത്തിൻ്റെ ഇത്രത്തോളം ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത്രയൊന്ന് വറ്റി ഈ ഒരു പരുവത്തിന് നമുക്ക് കറക്റ്റായിട്ടൊന്ന് കുറുകി കിട്ടണം. ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നല്ല കട്ടയായിട്ടുള്ള ഒരു ബട്ടർ തന്നെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ അല്ല, ഇതുപോലെ നല്ല കട്ടയായിട്ടുള്ള ബട്ടർ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പില്ലാത്ത ബട്ടർ വേണം കേട്ടോ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ച ഒരു മിക്സ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിൽ മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാനിതിൽ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഫ്ലേവറാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബട്ടർ സ്കോച്ച് എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് വാനിലയുടെ ഫ്ലേവറിൽ വേണമെങ്കിൽ ചെയ്തിട്ടെടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ബട്ടർ സ്കോച്ച് എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ചെറിയൊരു യെല്ലോ കളർ കിട്ടണമെങ്കിൽ ഇതുപോലെ നമുക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, വളരെ കുറച്ച് മാത്രം. ഇപ്പം നമ്മൾ അടിച്ചെടുത്തിരിക്കുന്ന ഒരു ബട്ടറിൻ്റെയും പഞ്ചസാരയുടെ ഒരു മിക്സില്ലേ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പക്ഷേ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറും കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് സഹായിക്കും. അപ്പോൾ അതില്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തിട്ടെടുക്കാം. പക്ഷേ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും നല്ലൊരു പെർഫെക്റ്റ് ആയ ഒരു ക്രീമി ടെക്സ്ചറും കിട്ടുന്നത് ഇതുപോലെ നമ്മളൊരു ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു മിക്സ് നല്ല ക്രീമി ആയിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു പാകം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഏത് പാത്രത്തിലാണ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ഒരു രീതിക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 തവണ ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നമുക്കൊരു 2-3 മണിക്കൂർ നേരത്തേക്കൊന്ന് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഒരു 2-3 മണിക്കൂറിന് ശേഷം ഇതുപോലെ വീണ്ടും നമുക്ക് മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഐസ്ക്രീം കുറച്ചും കൂടി നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ വീണ്ടും നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരമലിൻ്റെ നട്ട്സിൻ്റെ ഒക്കെ ഒരു മിക്സില്ലേ, അത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടെ. ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരു പൊടിയാകുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു പൊടി ഇതുപോലെ വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ കവർ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഐസ്ക്രീം നന്നായിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഐസ്ക്രീം സെറ്റായിട്ട് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് അതിന് കൃത്യ ഒരു ടൈമില്ല. നമ്മുടെയൊക്കെ ഒരു ഫ്രീസറിൻ്റെ ഒരു കൂളിംഗ് ഒക്കെ അനുസരിച്ചിരിക്കും അത് സെറ്റായിട്ട് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത്.
ഇതിപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഓവർനൈറ്റ് വെച്ചപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് തന്നെ ഐസ്ക്രീം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലൊരു സ്കൂപ്പർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു കുഴിയുള്ളൊരു തവി ഉപയോഗിച്ചിട്ടോ നമുക്ക് ഇതിലൊന്ന് ഐസ്ക്രീം എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുണ്ട് നല്ല ക്രീമി ആയിട്ടുള്ള കറക്റ്റ് നമ്മളൊരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു സെയിം ടെക്സ്ചറിലും അതേ ടേസ്റ്റിലും നമുക്ക് ഒരു ഐസ്ക്രീം ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയാതെ അവർക്കത് മനസ്സിലാവത്തില്ല കേട്ടോ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ളതാണെന്ന്. കറക്റ്റ് നമ്മളൊരു കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന ഒരു ബട്ടർസ്കോച്ച് ഐസ്ക്രീമിൻ്റെ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ക്രീമൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഐസ്ക്രീം ചെയ്തിട്ട് എടുക്കാൻ പറ്റും. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഞാൻ നേരത്തെ വാനിലയുടെ ഫ്ലേവറിലൊരു ഐസ്ക്രീം ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് ബട്ടർസ്കോച്ചിൻ്റെ ഈ ഒരു ഫ്ലേവറിൽ നിങ്ങൾ ഐസ്ക്രീം ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. 100% നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.